സുവിശേഷം കേൾക്കുവാൻ, സത്യസുവിശേഷം കേൾക്കുവാൻ ഓടിയെത്തിയ ജനത്തെ ദൈവം ഒരിക്കലും ഹല്ലേലൂയ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എവിടെയൊക്കെ യേശുവിൻ്റെ പിന്നാലെ ജനം കടന്നുപോയോ അവിടെയൊക്കെ ഈ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് നഷ്ടപ്പെടുത്തുവാനായി അധികം സമയമില്ല. ദൈവം നടത്തുന്ന വിധങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പറയുവാനും ധാരാളം കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരും ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസത്തിൽ ഇവിടെ വരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. പക്ഷേ ദൈവം ഇന്ന് രാത്രികാലം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കൂട്ടി വരുത്തിയിരിക്കുന്നു. ആ നല്ല ദൈവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തമിഴ് ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും വരുന്ന ആളുകളിൽ എന്നെ ദൈവം പഠിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നാളെ തമിഴ് പ്രസംഗമൊക്കെ കേൾക്കാം. നാളെ മറ്റന്നാളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തമിഴ് പറയുന്ന അഭിഷിക്തനാണ് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ 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 സ്തോത്രം. നമുക്ക് നന്ദി പറയാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു രാത്രികാലം കൂടി തന്ന നല്ല ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് നന്ദിയോടെ 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 ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. അനേകം പേരുടെ കണ്ണുനീര്, അനേകം പേരുടെ കൂട്ടായുള്ള പരിശ്രമമാണ് ഇതിനകത്ത് ജനം വന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ഇത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എത്ര നാൾ ഇതുപോലുള്ള ആരാധനകൾ, എത്ര നാൾ ഇതുപോലെ സുവിശേഷ മഹായോഗങ്ങൾ, എത്ര നാൾ ഇതുപോലുള്ള ഒത്തുകൂടലുകൾ നമുക്ക് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് അന്ത്യനാളുകളാണ്, ഇത് അന്ത്യനാളുകളാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം കൂടിയ ജനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹൃദയത്തിൻ്റെ ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. അനേകം പേർ മെഡിക്കൽ കോളേജ് വാർഡിനകത്ത് വാവിട്ട് നിലവിളിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ജീവനോടെ ഇതിനകത്ത് കൊണ്ടുവന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാണെന്ന് ബോധ്യമുള്ളവർ ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇതിനകത്ത് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ മൂക്കിൽ ശ്വാസം തന്ന് ഇതിനകത്ത് ഹല്ലേലൂയ ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ നിങ്ങളെ നിർത്തിയെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയുവാൻ കാരണമുണ്ട്. നമുക്ക് നന്ദി പറയുവാൻ അനേകം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഒന്നിച്ച് നമുക്ക് യാഗമർപ്പിക്കാം. ഇന്ന് ഒന്നിച്ച് നമുക്ക് യാഗമർപ്പിക്കാം. അധരമെന്ന സ്തോത്രയാഗം, ഹല്ലേലൂയ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം സ്തോത്രയാഗം അർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എന്തെങ്കിലും കാണാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ കാണുവാൻ ഒന്നുമില്ല. വെറും കാണികളായി ഇതിനകത്തിരുന്നാൽ ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം കാഴ്ചക്കാരായിരിക്കാതെ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യാഗമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകം ഈ സത്യസുവിശേഷം അറിയാത്ത അനേകം ജീവിതങ്ങളിലേക്ക് ഈ സത്യസുവിശേഷം എത്തിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്, ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ഈ സുവിശേഷത്തെ സ്നേഹിച്ച് വന്നവർക്ക് ഒരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിൻ്റെ മഹിമയുടെ സാക്ഷികളാണ്. നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഇന്ന് രാത്രികാലം ഒന്നിച്ചാർപ്പിടാം. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റിക മാന ഹദരാ ജനങ്കരാദി അദരഗടഗരഗനഗ ശംധനെ ദിഗരഗരഗനഗ ശംധനം ദരാദിഗരഗരാദി അദരം ധനാദിഗരം ധനം ദരാദിവ അദരം ധനം ദരം ദരാജനെ രഗച്ചരാദിഗരഗന അദരഗരഗന. ഇത് അനേകം പ്രതികൂലത്തിൻ്റെ മധ്യ നടത്തുന്ന മീറ്റിംഗാ, അനേകം ശോധനയുടെ മധ്യ നടത്തുന്ന മീറ്റിംഗാ, ഇത് വില കൊടുത്ത് നടത്തിയ മീറ്റിംഗാ. ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നിൽ കണ്ണുനീരുണ്ട്, ഇതിൻ്റെ പിന്നിൽ നെടുവീർപ്പുണ്ട്, ഇതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്, ഇതിൻ്റെ മുന്നിൽ ഒത്തിരി ദിവസത്തെ ഉറക്കിളപ്പുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഇത് വെറും ഒരു സുവിശേഷ മഹായോഗമായി തീരരുത്. ഇത് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് പുറപ്പെട്ടു പോകുന്ന, ദൈവത്തിൻ്റെ മഹത്വം കണ്ട് മഹത്വം അനുഭവിച്ച് ഹല്ലേലൂയ പുറപ്പെട്ടു പോകുന്ന ദിവസങ്ങളായി ഈ 3 ദിവസക്കാലം നമുക്ക് മാറണമോ? നമ്മൾ ഒന്നിച്ചാർപ്പിട്ടേ പറ്റൂ, നമ്മൾ ഒന്നിച്ചാർപ്പിട്ടേ പറ്റൂ.
നമ്മൾ ഒന്നിച്ചാർപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഏത് എരുകവും മതിലുകളായിരുന്നാലും ആ മതിലുകളെ തകർത്തുകൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക്, ദേശത്ത് നിന്ന് ദേശത്തിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം രാത്രികാലം ആത്മാവ് ഹല്ലേലൂയ അനേകം ജീവിതങ്ങളെ ചലിപ്പിക്കുവാൻ ഈ ശക്തിക്ക് കഴിയും. അനേകം സത്യ സുവിശേഷം പരക്കുവാൻ ഈ ആത്മാവിന് പകരം ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിന്റെ തീ ഒന്നോട് ഒന്ന് അത് കത്തി പടർന്നുകൊണ്ടിരിക്കട്ടെ. ഈ സത്യ സുവിശേഷം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സാക്ഷ്യമായി തീരണമെങ്കിൽ ഇന്ന് രാത്രികാലം ഒരുമനപ്പെട്ട് അർപ്പിട്ടേ പറ്റൂ, ഒരുമിച്ച് ആരാധിച്ചേ പറ്റൂ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചേ പറ്റൂ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഇവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന രോഗക്കെട്ടുകൾ അരിയും, നമ്മുടെ മേൽ കിടക്കുന്ന ശാപങ്ങൾ അരിയും, കെട്ടിക്കിടക്കുന്ന പൈശാചിക മേഖലകള്, ദേശത്ത് ഭരിക്കുന്ന അന്ധകാര ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ഹല്ലേലൂയ ദേശത്ത് നിന്ന് നമ്മെ പറിച്ചു കളയുമെന്ന് പറയുന്ന ദുർവ്യാപാര ശക്തികൾ അഴിയണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാര് കാകളമൂതിയെ പറ്റൂ, കാകളമൂതിയെ പറ്റൂ, പട്ടണത്തിൽ കാകളമൂതിയെ പറ്റൂ. ഈ കാകള ശബ്ദം ഉയരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഇവിടെ വെളിപ്പെടും, ഇവിടെ വെളിപ്പെടും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വെളിപ്പെടും. ഹല്ലേലൂയ ദിഗരാജന കരങ്ങളെ അടിച്ചാട്ടെ, കരങ്ങളെ അടിച്ചാട്ടെ, കരങ്ങളെ അടിച്ചാട്ടെ. ആത്മാവിന്റെ തീ ആരുടെ മേലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പരിവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒന്നിനെ തൊടേണ്ട കാര്യമില്ല. ചിലതിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പരിവർത്തിക്കും. ഹല്ലേലൂയ ആത്മാവിന്റെ നിയോഗം കിട്ടുന്നവർ ആത്മാവിൽ ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. വായടച്ച് മിണ്ടാതിരിക്കുവാനല്ല, ഇന്ന് രാത്രികാലം ഉറക്ക നിലക്ക് വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാകളം പോലെ നിന്റെ ശബ്ദത്തെ ചില അന്യാരാധന ശക്തികൾ ഇന്ന് രാത്രികാലം, ചില കുടിയിരിപ്പിന്റെ മേഖലകൾ ഇന്ന് രാത്രികാലം ആ വചനത്തിന്റെ എതിരായി നിൽക്കുന്ന ദേശത്തെ സുവിശേഷം പരത്തുവാൻ തടസ്സമേ വ്യാപരിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് രാത്രികാലം ദൂതനിറങ്ങി ചിലതിനെ വെട്ടുവാൻ തക്കവണ്ണം ഓ ചന്ദനന്ദരാധി ഗന്ധനെ ജൂഡഗന്ധരഞ്ജനാധികാര അതരോജദിന്ദരഞ്ജനെ ഓരിഗമാന ഹന്തരഞ്ജനാധിപ ദീപശംധനഞ്ജനെ ദീഗരാജ ധീരജന്തരേതിരെ. ആത്മാവ് ഇടപെടുന്നു, പരിശുദ്ധാത്മാവിന്റെ തീ ഇതിനകത്ത് പരിവർത്തിക്കും, പരിവർത്തിക്കും. ഓ ഉറച്ച ശബ്ദത്തോടെ ആരാധിച്ചോട്ടെ, ആരാധിച്ചോട്ടെ. ആത്മാവ് ചിലതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പരിവർത്തിച്ചാൽ ചില കെട്ടുകൾ അഴിയും, രോഗക്കിടക്കെ മാറ്റി വിരിക്കും. ഞാനും നീയും ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. നീ ആരാധിക്കുമ്പോൾ ആത്മ കണ്ണു തുറന്നുകൊണ്ട് നീ കൊണ്ടുവന്ന വിഷയത്തെ ഇറക്കി വെച്ചിട്ട് ആത്മാവിന്റെ ശക്തിയോടെ ആത്മാവിന്റെ തീ വാക്യകത്തെന്ന് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ഇന്ന് രാത്രികാലം ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഓ റകമാനഗരഗനഗരഗനെ ജൂഡസന്തേ ഓ രീഗവരാരഗരദേ ജൂഡസന്തേ രിഗദേ വൈഡസന്തര ബൗഡവരം ദേ രിഗേ. ഓയ് ഈ 2024 നിന്റെ പഴയ ആരാധന മാറ്റിവൈ, പഴയ സ്തോത്രം മാറ്റിവൈ. ഒരു പുതിയ മിനുക്കിയ ആയുധങ്ങളായി ഈ പൈശാചിക ലോകത്തില് ഈ അന്ത്യ നാളുകളില് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിന്റെ കൃപ പ്രാപിച്ചേ പറ്റൂ. ഒന്നിച്ചാർപ്പിട്ടാട്ടെ. Hallelujah. Hallelujah. Jesus. Jesus. Jesus.
ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. ഇന്ന് രാത്രികാലം അപ്പാ ഒരു മനുഷ്യ ശബ്ദമല്ല കർത്താവേ, ഒരു ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. ആവലോടെ വന്ന ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഈ ഒന്നാമത്തെ രാത്രികാലം ഞങ്ങൾക്കൊന്നിച്ച് ഈ പട്ടണത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് അവസരം കൂടി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പാ ഞങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തിന് ഇടപെടണം. പരിശുദ്ധാത്മാവ് എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടെ വിടുതലുകൾ നടന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ആരെ തൊട്ടിട്ടുണ്ടോ സൗഖ്യമുണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെ വ്യാപരിച്ചിട്ടുണ്ടോ അവിടെ ഇരുട്ട് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദേശത്ത് ഭരിക്കുന്ന ആ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ, കുടുംബങ്ങളിൽ ഭരിക്കുന്ന ഇരുട്ട് ഇന്ന് രാത്രികാലം അകറ്റി ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ചലിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പിതാവേ. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിത് രാത്രികാലം ഒരു വചനം ഉറക്കെ വായിക്കാം. ലൂക്കോസ് 4:14. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. മർക്കോസ് 1:14 വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഹല്ലേലൂയ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ചുറ്റിലുള്ള നാട്ടിലൊക്കെയും പരന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞവരായി. നമ്മളെല്ലാവരും പെന്തക്കോസ്തൽ അനുഭവം പ്രാപിച്ചവർക്കറിയാം ആത്മാവ് എന്താണെന്ന്. നമ്മൾ ഇവിടെ ആത്മാവിനെ കുറിച്ച് നമുക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമല്ല. ഹല്ലേലൂയ. പക്ഷെ ഈ ലോകത്ത് നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് ആത്മാവ് എന്തെന്നോ, ആത്മാവിൻ്റെ ശക്തി എന്തെന്നോ, ആത്മാവിനെ എന്തിനു പ്രാപിക്കണമെന്നോ, ആത്മാവ് എങ്ങനെ പ്രാപിക്കണമെന്നോ ഒന്നും അറിയില്ല. ഹല്ലേലൂയ. നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ തുള്ളുന്നു, അന്യഭാഷ പറയുന്നു. നമുക്കിത് ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ ഇതറിയാത്തത് മൂലം അനേകം പേര് ഈ സത്യസുവിശേഷത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ, ഈ യേശുവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, അവർക്ക് വാസ്തവമായി പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ, ഹല്ലേലൂയ, ഈ ദൈവത്തെ എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നറിഞ്ഞുകൂടാതെ അനേകം പേര് ഈ ലോകത്തുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ അനേകം പേരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എൻ്റെ കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി ഗലീലയിലേക്ക് പോയി. ആത്മാവ് നിറഞ്ഞ, അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നിച്ച് ആരാധിച്ചത്. എപ്പോഴും നമ്മൾ ആത്മാവ് നിറയുമോ ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3.5 വർഷം കർത്താവ് അത്ഭുതം ചെയ്യുവാനും അടയാളം ചെയ്യുവാനുമാണ് ഹല്ലേലൂയ കർത്താവ് ആത്മാവ് നിറഞ്ഞവരെ. നമ്മൾ ഹല്ലേലൂയ സത്ര പലപ്പോഴും ആത്മാവ് നിറഞ്ഞിട്ട് 3 ദിവസം പോലും എന്ത് ചെയ്യുന്നില്ല, കർത്താവിന് വേണ്ടി ഒരു പ്രയോജനമില്ലാതെ നമ്മൾ പാടുന്നു, കൈയടിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ആർപ്പിടുന്നു എന്നല്ലാതെ അതുക്ക് മേലെ കർത്താവ് ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നത് നമ്മൾ മറന്നു പോകാറുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഈ 3.5 വർഷക്കാലവും അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്, വീര്യപ്രവൃത്തികൾ ചെയ്തത് അവിടെയൊക്കെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രുതി ഓരോ പട്ടണത്തിലും പരന്നുകൊണ്ടിരുന്നു.
ഓരോ പട്ടണത്തിലും പരന്നുകൊണ്ടിരുന്നു. ഈ സത്യസുവിശേഷം ഇനി ഓരോ പട്ടണത്തിലും പരന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ മാസം നടത്തിയ മീറ്റിംഗ് പോലെ അല്ല, ഇതൊരു വ്യത്യാസപ്പെട്ട മീറ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ റൂമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പട്ടണത്തിൽ എൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി ഹല്ലേലൂയ പരക്കാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. പരക്കാൻ പോകുന്നു. അനേകം പട്ടണങ്ങളിലേക്ക് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി ഓരോ പട്ടണങ്ങളിലേക്കും ഹല്ലേലൂയ ഇത് പരക്കാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു ട്യൂബ് പോലെ നിന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. അനേകം പേരുടെ കഷ്ടതയും കണ്ണുനീരുമാണ്, അനേകം പേരുടെ പിന്നിലെ അധ്വാനമാണ് ഇത്രയും മനോഹരമായൊരു സ്റ്റേജ്, മനോഹരമായ രീതിയിൽ ഇതിനകത്ത് ഹല്ലേലൂയ നല്ല ശബ്ദവും നല്ല ക്രമീകരണങ്ങൾ ചെയ്ത് ഹല്ലേലൂയ എല്ലാവരുടെയും കൂട്ടായുള്ള പരിശ്രമം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നോക്കണമേ, ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ മാനസാന്തരത്തിന്റെ സുവിശേഷം ആ പട്ടണത്തിലൊക്കെയും അറിയിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ എന്ത് ചെയ്തു? മരിച്ചു, കൊല്ലപ്പെട്ടു. പക്ഷേ എൻ്റെ കർത്താവ് എഴുന്നേറ്റു. വീണ്ടും മാനസാന്തരത്തിന്റെ സുവിശേഷം. നമ്മുടെ മുന്നാലെ ഓടുന്നവർ പലരും പട്ടുപോകാം. നമ്മുടെ മുന്നാലെ ഓടുന്നവർ പലരും പട്ടുപോകാം. ഇതൊരു പോർക്കളമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അവിടെ ഇവിടെ നോക്കി നിൽക്കുവാനല്ല. എൻ്റെ കർത്താവ് യോഹന്നാൻ മരിച്ചത് കേട്ട് മിണ്ടാതിരുന്നില്ല. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു. യാക്കോബ് മരിച്ചത്, അവൻ വാൾ കൊണ്ട് കൊന്നത്, ഹല്ലേലൂയ കൊല്ലപ്പെട്ടത് ആ സമയത്തും പത്രോസ് എഴുന്നേറ്റു കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞുവെങ്കിൽ ഈ അന്ത്യനാളുകളിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പട്ടണത്തോടും ദേശത്തോടും കുടുംബങ്ങളോടും സുവിശേഷം പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശ്രുതി ലോകത്തെങ്ങും പരക്കും, ലോകത്തെങ്ങും പരക്കും. ഇന്ന് രാത്രികാലം നാം മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കുന്ന സമയം വരാൻ പോകുന്നു. നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചു. ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകുന്നത് നല്ലത്. ഹല്ലേലൂയ. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരില്ല. അവൻ വന്ന് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. നമ്മൾ മിണ്ടാതിരിക്കുവാനല്ല എൻ്റെ യേശു പറഞ്ഞിട്ട് പോയത്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നമ്മൾ ഒളിച്ചിരിക്കാനല്ല, നമ്മൾ മറഞ്ഞിരിക്കുവാനല്ല, നമ്മൾ ഓടി ഒളിക്കുവാനല്ല. ഹല്ലേലൂയ. എൻ്റെ യേശു അന്ത്യസമയം വരെയും ആ രക്തത്തിൽ കുളിച്ചിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് തൻ്റെ ഇടത്തോടെ നിന്നുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ രാജാതി രാജാവ്, ഞാൻ കർത്താതി കർത്താവ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ യേശുവിൻ്റെ തലയിൽ മുൾമുടി ചാർത്തപ്പെട്ടത്. ഇന്ന് രാത്രികാലം ഭയമുള്ളവർക്ക് പോകാം, പക്ഷെ ധൈര്യത്തോടെ ഇരുന്നു കൊണ്ട് എൻ്റെ യേശു നിങ്ങൾക്ക് അന്ത്യ സമയം വരെയും നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നെന്ന്, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചെന്ന്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും സുന്ദര രൂപിയായ ആ ശരീരം വികൃതമാക്കിയതെന്ന് ബോധമുള്ളവർ ഈ ദിവസങ്ങളിൽ മിണ്ടാതിരിക്കരുത്. എൻ്റെ യേശു ഇനി ഭൂമിയിലേക്ക് വന്ന് ശ്രുതി പരത്തേണ്ടവരല്ല, ഞാനും നിങ്ങളുമാണ്. എൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള വാസനയായി നമ്മൾ ഹല്ലേലൂയ നമ്മൾ മുഖാന്തരം ഈ സത്യസുവിശേഷം ഓരോ പട്ടണങ്ങളിൽ പരക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ദൈവം പോയത്. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി, നമ്മളെക്കാൾ ഭക്തന്മാര് അനേകം പേർ സുവിശേഷത്തിന്റെ വിത്ത് വിതറിയ പട്ടണമാണ്. ഇന്ന് അവരെ പലരെയും കാണാനില്ല. ഹല്ലേലൂയ. നമ്മളെക്കാൾ ശക്തിയോടെ മുന്നിൽ നിന്ന പലരെയും കാണാനില്ല. പക്ഷേ ഹല്ലേലൂയ നമ്മളെപ്പോലുള്ള ഹല്ലേലൂയ സ്തോത്രം ബലഹീനരെ എടുത്ത് ദൈവം ഹല്ലേലൂയ പലയിടത്തും കൊണ്ട് നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ കർത്താവ് പറഞ്ഞു, ഇതൊരു റിലേ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ തളർന്നെന്ന് കാണുമ്പോൾ, ഒരാൾക്ക് ശക്തി ബലഹീനപ്പെട്ടുവെന്ന് കാണുമ്പോൾ അടുത്തവനെ എഴുന്നേൽപ്പിച്ച് ഓടിച്ച് അതിൻ്റെ മുന്നിൽ കയറി ഓടുമാറാക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും ഈ സത്യ സുവിശേഷം ആർക്കും അടയ്ക്കാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിഞ്ഞിട്ടില്ല. സുവിശേഷം വളർന്നുകൊണ്ടിരിക്കും, സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ എപ്പോഴാണോ ഏലിയാവ് മതി കർത്താവേ
ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ എലീശയുടെ മേല് ഇരട്ടി ശക്തിയോടുള്ള അഭിഷേകം കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി കാലം ഇതിനകത്ത് ഒരാൾ ഓടി നിർത്തിയാൽ ഈ സത്യസുവിശേഷം നിന്നു പോകുന്ന സത്യമല്ല. ഈ സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവ്, ഈ ദൈവത്തിന്റെ നാമം അത് പരന്നുകൊണ്ടേയിരിക്കും. അത് പരന്നുകൊണ്ടേയിരിക്കും. അത് പട്ടണങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പരക്കും. നമ്മുടെ തലമുറകൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ അഗ്നി അത് പടർന്നുകൊണ്ടേ ഇരിക്കും ഓരോ പട്ടണത്തില്. ഹല്ലേലൂയ. അപ്പോൾ ഇതെന്താണ്? ഒരു റിലേ ആണ്. ഹല്ലേലൂയ. നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? ഹല്ലേലൂയ. ആരും അടങ്ങി ഇരിക്കരുത്. നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളെ ഓടിപ്പിക്കുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അടിയനീതാ, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറയുമ്പോൾ, കഴിവില്ല എന്ന് പറയുമ്പോൾ, ആ കഴിവില്ലാത്ത സ്ഥാനത്ത് കഴിവുള്ളവളാക്കി, കഴിവുള്ളവനാക്കി എന്നെയും നിങ്ങളെ നിർത്തുവാനത്രേ എൻ്റെ ദൈവം ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, നമ്മൾ ഒളിച്ചിരിക്കേണ്ടവരല്ല, നമ്മൾ ഭയന്നിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. എപ്പോഴാണോ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുന്നുമ്പോ അത് നമ്മൾ ശക്തി പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റേ മതിയാവൂ. ഹല്ലേലൂയ. നോക്കണമേ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നിങ്ങൾ ഹല്ലേലൂയ പുരുഷന്മാരുടെ പ്രസംഗങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്ത്രീകൾ വളരെയും നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ ഒരു വ്യക്തിയുടെ മേൽ ഒരു അഭിഷേകം തന്നപ്പോൾ, ഒരു ദർശനം കൊടുത്തപ്പോൾ, തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റം കിടന്ന ബിന്ദു ജയൻ എന്നുള്ള വ്യക്തി ഈ കുമളിയിൽ വരണമെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. അത് ഒരു വ്യക്തിയുടെ കഴിവല്ല, ഒരു വ്യക്തിയുടെ സാമർഥ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. കല്ലറയ്ക്കൽ ചെന്ന് ശിഷ്യന്മാരെല്ലാവരും കൂടെ ഇരുന്ന് കല്ലറയ്ക്കകത്ത് യേശുക്രിസ്തുവിനെ മാറ്റിവെച്ച് ഇനി യേശുക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ 3-ാം നാൾ എഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ട് പോലും സംശയിച്ചിരുന്ന അനേകം പുരുഷന്മാര് അതിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാരിലും ഉണ്ടായിരുന്നപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റു. ഒരു സ്ത്രീ നന്നാ രാവിലെ എഴുന്നേറ്റു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് തൻ്റെ യജമാനെ എവിടെ വെച്ചേക്കുന്നെന്ന് നോക്കുവാൻ അവൾ ഓടിപ്പോയി. എവിടെ വെച്ചേക്കുന്നു? ഞാൻ എടുത്തുകൊള്ളാം. അവൾക്കറിയാം അവൾക്കൊന്നും കഴിവില്ല. പക്ഷേ കഴിവില്ലാത്തവളെയാ ദൈവത്തിന് വേണ്ടത്. കഴിവില്ലാത്തവനെയാ ദൈവത്തിന് ഇന്ന് രാത്രികാലം വേണ്ടത്. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം ഉണർന്നേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പട്ടണങ്ങളിൽ പോകുമ്പോഴും ആത്മാവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ. എന്തുകൊണ്ടാ? എൻ്റെ കർത്താവ് പോയെടുത്തെല്ലാം രോഗികൾ സൗഖ്യം പ്രാപിച്ചു, ഭൂതങ്ങൾ അലറി ഓടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂതഗ്രസ്തന്മാരെല്ലാവരും ഇവൻ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഭൂതങ്ങളെല്ലാം അവനെ മനസ്സിലാക്കുന്ന അവസ്ഥ കണ്ടു. നോക്കണമേ, എൻ്റെ യേശുവിൻ്റെ പവർ എന്താ! എൻ്റെ കർത്താവിൻ്റെ നോട്ടത്തിന് ശക്തിയുണ്ട്. എൻ്റെ ദൈവം നോക്കുമ്പോൾ തന്നെ അവിടെ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ അരികത്ത് കൂടെ പോണ്ട. അവരെ ഹല്ലേലൂയ സ്തോത്രം, ഇത്ര സാവക്കാരിയായ സ്ത്രീ ഹല്ലേലൂയ, അവൾ ഹല്ലേലൂയ ഏതവസ്ഥയിലാണോ അവനെ ചെന്ന് തൊട്ടത്, അതേ അവസ്ഥയെ മനസ്സിലാക്കി എൻ്റെ ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തിട്ട് പോയി. ഇന്ന് രാത്രികാലം എന്നെയും നിന്നെയും മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉള്ള അവസ്ഥയെ മനസ്സിലാക്കുന്ന ഒരു സർവശക്തൻ ഉണ്ട്. ഈ ഭൂമിയിലെ പെറ്റമ്മ, ഈ ഭൂമിയിലെ മാതാപിതാക്കള്, നമ്മുടെ രക്തബന്ധങ്ങൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്ന് രാത്രികാലം നമ്മെ നന്നായി അറിയുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട്. നാം അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവനെ ഒരുത്തനെ പോലും അവൻ ലജ്ജിച്ചു പോയില്ല. ബൈബിൾ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവന്റെ മുഖമോ ഒരു നാളും ഹല്ലേലൂയ വല്ലപ്പോഴും ഒന്നല്ല, ഒരു നാളും ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മൾ ലജ്ജിച്ചു പോവാൻ ഈ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പബ്ലിക് ഗ്രൗണ്ടിൽ വന്ന് എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ നിങ്ങൾ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പരസ്യമായി ദൈവത്തെ ഏറ്റുപറയുന്നവനെ എൻ്റെ കർത്താവ് സ്വർഗത്തിലും നമ്മെ ഏറ്റുപറയുന്ന നാളുകളാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കട്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ഇന്ന് നാം നോക്കുമ്പോൾ നമുക്ക് കടഭാരമായിരിക്കാം, ഇന്ന് നോക്കുമ്പോൾ എനിക്ക് വീടില്ലായിരിക്കാം, എനിക്ക് സൗന്ദര്യമില്ലായിരിക്കാം, നല്ലൊരു ഭർത്താവില്ലായിരിക്കാം, നല്ലൊരു ഭാര്യ ഇല്ലായിരിക്കാം, ഒരു തലമുറയില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിൽ നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, അവിടെ ഇതൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ചുരുങ്ങിയ നാളിലെ കട്ടത, ചുരുങ്ങിയ ഞൊടിയിൽ തീരുന്ന കട്ടത. എൻ്റെ ദൈവം പറഞ്ഞു, ലോകത്ത് കട്ടമുണ്ട് മോളെ. ഹല്ലേലൂയ. മോനെ, ഈ ലോകത്ത് കട്ടമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ധൈര്യപ്പെട്ടോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഈ ലോകത്തെ ഒരു ദൈവങ്ങളും പറഞ്ഞില്ല ഈ ലോകത്ത് കട്ടതയുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മൾ കട്ടപ്പെട്ടതുപോലെ കട്ടത സഹിച്ച ഒരു ദൈവമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് അഭിമാനത്തോടെ എന്തുകൊണ്ട് വിളിച്ചു പറയുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. എൻ്റെ ദൈവം രാജാതി രാജാവ്, എൻ്റെ ദൈവം കർത്താതി കർത്താവ്. ഹല്ലേലൂയ. സകല ദേവന്മാരിലും ദേവാദി ദേവന്മാരിലും മേലായ നാമമുള്ളവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല കരങ്ങൾ ഉയർത്തിയാട്ടെ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എന്തിനാ ഈ മാനസാന്തരം എന്ന് എൻ്റെ കർത്താവ് പ്രസംഗിച്ചത്? ഹല്ലേലൂയ. ഒന്ന് പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് ഹല്ലേലൂയ വീണ്ടും വീണ്ടും വന്നവരെല്ലാം പ്രസംഗിച്ചത് എന്താണ്? മാനസാന്തരത്തിൻ്റെ സുവിശേഷം. നമ്മൾ ഈ മാനസാന്തരപ്പെടേണ്ടത് എന്തിനാണ്? നമ്മൾ ഈ ലോകത്ത് മാനസാന്തരം എന്ന് പറയുമ്പോൾ എന്തിനാ നമുക്കൊരു മാനസാന്തരം ആവശ്യം? ബൈബിൾ പറയുന്നു, നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്ക ഫലം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ തക്ക ഫലം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ ദൈവം പറയുന്നത്, നീ മാനസാന്തരപ്പെട്, നീ സുവിശേഷത്തിൽ വിശ്വസിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുന്നത്? നമ്മൾ എപ്പോഴും പറയും മാനസാന്തരപ്പെടുന്ന ഉള്ള ഒരു സുവിശേഷം പട്ടണത്തിൽ കേൾക്കുമ്പോൾ എല്ലാവരും ഈ കേട്ട് അലർജിയാണ്. എന്തുകൊണ്ട്? ആ വാക്ക് കേൾക്കുമ്പോഴേ പെന്തക്കോസ്തുകാരുടെ സ്ഥിരം പരിപാടിയാണ് എന്തോന്ന്? മാനസാന്തരപ്പെട്. ഒരാളിനെ കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? എടാ നീ മാനസാന്തരപ്പെട്. ഒരു കുട്ടിയെ, ഒരു പയ്യനെ കിട്ടിയാൽ അവൻ ഈ ലോകപരമായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു പാസ്റ്റർ കണ്ട ഉടനെ എന്ത് പറയും? മാനസാന്തരപ്പെട്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരേ ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. അനുനിമിഷവും നമ്മൾ അതുകൊണ്ടല്ലേ ഈ ബൈബിൾ എടുത്തിട്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് പറയുന്നു നമ്മൾ പുതുതായി ജനിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലരും, ഞാൻ ഓരോ ടീമിൻ്റെ ഓരോ കാര്യങ്ങളിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ടീമിൽ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ടാവും. അവരേതെങ്കിലും വഴിവിട്ട രീതിയിലോ ഏതെങ്കിലും മദ്യപാനത്തിലോ എന്തെങ്കിലും ഒരു സിഗരറ്റോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി വരുമ്പോൾ അവനൊരു മാനസാന്തരം കൊടുക്കണമെങ്കിൽ ഈ സുവിശേഷത്തിനെ പറ്റൂ. ഹല്ലേലൂയ. അനേകം ജയിലറയിൽ കിടക്കുന്ന വ്യക്തികളോട് നാം ചോദിച്ചാൽ അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? ഹല്ലേലൂയ. അത് മാനസാന്തര സുവിശേഷമാണ്. ഹല്ലേലൂയ. ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ കണ്ട്, ആ വ്യക്തിയെ ചെന്ന് കണ്ടുപിടിച്ച് ജയിലറയിൽ സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾ, അവർ ചിലപ്പോൾ അമ്മയെ കൊന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹല്ലേലൂയ അവർ കൊന്നവനായിരിക്കാം. അവർ ജയിലറയിൽ കിടക്കുമ്പോൾ അത് ചില ഹല്ലേലൂയ അഭിഷിക്തന്മാർക്ക് ഒരു നിയോഗമുണ്ടാവും. അപ്പം ജയിലറയിലെ സുവിശേഷം, ഹല്ലേലൂയ, അവർ പോയി കുത്തിയിരുന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, ഞാൻ പോകുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഈ അതികഠിനമായ മനുഷ്യന് ഒരു മാനസാന്തരമുണ്ടായി ഈ ജയിലറയ്ക്കൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളിൽ പലരും ആ വ്യക്തിയെ കാണുമ്പോൾ മാറി കടന്നു പോകും. കാരണം ഇതൊരു കൊലപാതകിയല്ലയോ, ഹല്ലേലൂയ, ഇതൊരു വ്യഭിചാരിയല്ലയോ, ഇതൊരു മദ്യപാനിയല്ലയോ എന്ന് പറഞ്ഞു മാറിപ്പോകുമ്പോൾ ഈ സത്യസുവിശേഷം ഹല്ലേലൂയ അറിഞ്ഞ ഒരു വ്യക്തി ആ ഹല്ലേലൂയ അഴുക്ക് ചാലിൽ കിടക്കുന്നവനെ തേടിപ്പോകും.
എന്തുകൊണ്ടാ? ഞാനും ഒരു കാലത്ത് പാപിയായിരുന്നു, ഞാനും ഒരു കാലത്ത് മദ്യപാനിയായിരുന്നു, ഞാനും ഒരു കാലത്ത് വെറിക്കൂത്തുകാരനായിരുന്നു, ഞാനും ഒരു കാലത്ത് എല്ലാവരിലും തള്ളപ്പെട്ടവനായിരുന്നു എന്നുള്ള ബോധമുണ്ടാകും. ഇതാരാ വരുത്തുന്നത്? ഇത് പരിശുദ്ധാത്മാവ് വരുത്തും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നു? സകല സത്യത്തിലും വഴി നടത്തുന്നത്. അവൻ പോകും, അവൻ ഏത് ഇരുട്ടറയിലേക്കും പോകും, ഏത് ജയിലറയിലേക്കും കടന്നു ചെല്ലും, സത്യ സുവിശേഷം അവരോട് പറയും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഒരു മീറ്റിംഗ്, നമ്മുടെ ഏതോ ഒരു കൺവെൻഷൻ യോഗം ഒരു സ്ഥലത്ത് നടന്ന സമയത്ത് ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അപ്പം മദ്യപാനിയായിരുന്ന ആ വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി കുറച്ച് മാനസാന്തരവും മാറ്റങ്ങളെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുവാനും പല കാര്യങ്ങൾ ക്രമീകരിക്കുവാനും തുടങ്ങി. അങ്ങനെ ഇരിക്കവേ ഞാനിങ്ങനെ ഞാനില്ലാത്ത ഒരു സമയം നോക്കിയപ്പോൾ ഒരു മീറ്റിങ്ങിലേക്ക് ഈ സഹോദരൻ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു പാസ്റ്റർ, അത് ലീഡ് ചെയ്തിരുന്ന പാസ്റ്റർ ആ വ്യക്തിക്ക് ഒരു പ്രാർത്ഥന കൊടുത്തില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി, എന്തുകൊണ്ടാണെന്തോ ആ സഹോദരൻ ഒരു പ്രാർത്ഥന കൊടുക്കാത്തത് എന്ന് ചിന്തിക്കുവാനിടയായി. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഞാൻ നോക്കുമ്പോൾ മറ്റ് സഹോദരിമാരെ കൊണ്ടൊക്കെ പ്രാർത്ഥന 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് കണ്ടു. എന്നിട്ടും ഈ സഹോദരന് പ്രാർത്ഥന കൊടുക്കുന്നില്ല. ഒന്ന് നമ്മൾ ഓർക്കണമേ, നമ്മൾ ആരും ദൈവമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നമ്മുടെ അനേക പാപങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ, നമ്മുടെ കൂട്ടു സഹോദരൻ ഒരു പാപം ചെയ്താൽ, അവനൊന്ന് വീഴ്ന്നാൽ, ഹല്ലേലൂയ, അവനൊരു വീഴ്ചയിലിരുന്നാൽ അവനോട് ക്ഷമിക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. നമ്മൾ ഏത് ചെളിക്കുഴിയിൽ നിന്ന് വന്നു, എവിടെ നമ്മൾ ഇന്ന് നിൽക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ഈഗോ ഒരിക്കലും വരത്തില്ല പ്രിയമുള്ളവരെ. അതിനാണ് ഈ സത്യസുവിശേഷത്തിൻ്റെ പ്രാധാന്യം. ഈ സത്യസുവിശേഷം അറിയുന്നവൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സത്യസുവിശേഷം അറിയുന്നവൻ അവൻ ഹല്ലേലൂയ താഴ്മയോടെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ വിനയപ്പെടുവാൻ ശ്രമിക്കും. അവൻ്റെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാവും. ഇത് കാണുന്ന ഒരു ജാതിയായ മനുഷ്യൻ ആരെ അന്വേഷിച്ച് വരും? ഒരു പ്രാർത്ഥനക്കാരനെ അന്വേഷിച്ച് വരും. ഹല്ലേലൂയ. ഒരു സുവിശേഷ വേലക്കാരനെ അന്വേഷിച്ച് വരും. കാരണം ഒരു ഹല്ലേലൂയ പാപത്തിൽ അകപ്പെട്ട് നശിച്ചു പോകുവാൻ കിടക്കുന്ന ജീവിതത്തെ ഹല്ലേലൂയ കൈകൊണ്ട് ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ളത് ഈ ക്രിസ്തുയേശുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും ക്രിസ്തുയേശുവിൻ്റെ സാക്ഷികളാണെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ഒരു നല്ല മാതൃകയുണ്ടെങ്കിലേ ഈ കാണപ്പെടുന്ന ജാതികൾ ഈ സത്യസുവിശേഷം അറിയൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഹല്ലേലൂയ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ഒരു ഫലം കണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. നമ്മളിൽ ഫലമുണ്ടോന്ന് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോ നമ്മൾ കാട്ടുമുന്തിരിയാണോ? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ സത്യസുവിശേഷത്തിലേക്ക് അനേകം പേർ കാതോർത്തിരിക്കുന്നുണ്ട് ഭവനങ്ങളിൽ. നമ്മളെക്കാൾ സുവിശേഷം കേൾക്കുന്ന അനേക സഹോദരന്മാർ ഈ പട്ടണത്തിൽ സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ. ഈ സത്യസുവിശേഷം നമുക്കും അവർക്കും ഒരുപോലെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നമ്മൾക്കും അവർക്കും ഒരുപോലെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ ജീവിതം കൊണ്ട് ഹല്ലേലൂയ യേശുക്രിസ്തു നമ്മുടെ കർത്താവ് പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് ചെയ്യുന്നതിലും അധികം ആര് ചെയ്യും? നമ്മൾ ചെയ്യും. കർത്താവ് ചെയ്യുന്നതിലും അധികം നമ്മൾ ചെയ്യും. ഞാനും നിങ്ങളും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ മിണ്ടാതിരുന്നാൽ പറ്റുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരുവന് കൃപയുണ്ട്. അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പാടാൻ ഒരുവന് കഴിവുണ്ട്. നമ്മൾ പാടി തുടങ്ങിയാട്ടെ. ഒരു വ്യക്തിയോട് കാണുമ്പോൾ ഒരു ട്രാക്റ്റ് കൊടുക്കുവാൻ നമുക്ക് കഴിവുണ്ട്. ആ ട്രാക്റ്റ് എടുത്ത് കൊടുക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അല്പത്തിൽ വിശ്വസ്തനെ എൻ്റെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ പട്ടണത്തിലിരിക്കുന്ന ആരോ പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ സത്യസുവിശേഷം എനിക്കും കൂടെയാ. ഹല്ലേലൂയ. അനേകം പേർക്ക് യേശുവിനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ.
എങ്ങനെ പാടണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നമ്മളിവിടെ ആരാധിക്കുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പകരപ്പെടും. ഹല്ലേലൂയ. ഈ സത്യ സുവിശേഷം പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിനകം ഈ ദേശത്തെ പട്ടണങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സത്യ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം നമ്മളെ ക്രിസ്തുവിനെ അറിയും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ മഹത്വം ഈ നാളുകൾ ചിലത് രക്ഷയിലേക്ക് ചില പ്രമാണിമാര് രക്ഷാമാർഗം എവിടെ എന്ന് കാരാഗൃഹത്തിൽ കിടന്നവന്റെ അകത്ത് കയറി ചോദിച്ചെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആലയത്തിനകത്തേക്ക്, എന്റെയും നിങ്ങളുടെയും മുഖത്തേക്ക് അടുത്തേക്ക് ഓടി വന്ന് ഇതെങ്ങനെ എന്ന് ചോദിക്കുന്ന ദിവസങ്ങൾ നാളുകൾ വരുന്നുവെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. കരങ്ങളെ അടിച്ച് പറഞ്ഞാട്ടെ, അതെന്റെ സഭയിലാ, അതെന്റെ കുടുംബത്തിലാ, എന്റെ അടുക്കള. ഇതിന് എങ്ങനെ ഞാൻ വരും, എങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ എങ്ങനെ ആരാധിക്കണമെന്ന് ചോദിക്കുന്ന ദിവസങ്ങള് അടുത്ത് വരുന്നു. അതുകൊണ്ട് നാം തയ്യാറാണോ? ഹല്ലേലൂയ. നാം ഒതുങ്ങിയാൽ നമുക്ക് ആരെയും നേടുവാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു വസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു ഭവനത്തിനോ എൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിന് വിവാഹം നടന്നില്ലയോ എന്ന് പറഞ്ഞ് തലകുനിച്ചിരിക്കുവാനല്ല എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഏറിയാൽ 70 80 അത് കഴിഞ്ഞാൽ കട്ടതയത്രേ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ വരുവാനുള്ള മഹത്വത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, അനേകം പേരെ കൂടെ കൈപിടിച്ച് നടത്തണമെങ്കിൽ നാം ആത്മാവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ രാത്രികാലം എഴുന്നേറ്റേ പറ്റൂ. നാം എഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. അനേകം ലുതിയമാരുടെ ഹൃദയങ്ങൾ ഇതിനകത്ത് തുറക്കണമെങ്കിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഓരോ ദിവസവും മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിയെ, പ്രിയ മാതാവേ, മാനസാന്തരം പാപത്തിൽ നിന്നും വിഗ്രഹാരാധനകളിൽ നിന്നും വെറുക്കൂത്തുകളിൽ നിന്നും ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന അനേക പാപ സ്വഭാവങ്ങളിൽ നിന്നും ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയ സഹോദര, താങ്കൾക്ക് മാനസാന്തരം വന്നാൽ ഈ ക്രിസ്തു യേശുവിൽ കേൾക്കുന്ന വചനം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? മാനസാന്തരം എന്ന് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് എന്ന് ഒരു ബൈബിൾ എടുക്കും, പിന്നെ ചിലപ്പം നല്ല പാസ്റ്ററിൻ്റെ രൂപം ധരിക്കും, അങ്ങ് പോകുന്നതാണോ മാനസാന്തരം? ഇല്ല. നമ്മളെ ജീവിതത്തിനകത്ത് അത് നമ്മൾ ഫലം കായ്ക്കാൻ തുടങ്ങും. നമ്മുടെ നടപ്പിന് വ്യത്യാസം, നമ്മുടെ കിടപ്പിന് വ്യത്യാസം, സംസാരത്തിന് വ്യത്യാസം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുമ്പോൾ ഈ സത്യസുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ ശ്രുതി എവിടെ പരക്കും? നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സഭകളിൽ പരന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ശ്രുതി പരത്തുന്ന ദൈവം വന്ന് നേരിട്ട് പരത്തൂല. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നമ്മളാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സൗരഭ്യവാസനയാണ് മറ്റുള്ളവരിലേക്ക് പരത്തേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള കാര്യം ഒന്ന്, നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ചുമ്മാ മാനസാന്തരമല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പോയാൽ ദൈവം എന്നെ വിടുവിക്കുമെന്നും യേശു തന്നെ ദൈവമെന്നും നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ അവിടെ പോയാൽ കല്യാണം നടക്കും, ഇവിടെ പോയാൽ ഇന്നത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നും നേടാൻ പറ്റില്ല. ഹല്ലേലൂയ. എൻ്റെ കൂട്ടുകാരൻ ഇന്ന പള്ളിയിൽ പോയപ്പോൾ എന്ത് പറ്റി? കല്യാണം നടന്നു. എൻ്റെ കൂട്ടുകാരി ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എന്ത് കിട്ടി? ഒരു കുഞ്ഞിനെ കിട്ടി എന്നും പറഞ്ഞ് ആരെങ്കിലും പോകുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടിയാൽ എനിക്കും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രികാലം പ്രിയ സഹോദര, പ്രിയ മാതാവേ, പിതാവേ, നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ കർത്താവായ യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു കർത്താവേ എന്നൊന്ന് വാ തുറന്നു പറഞ്ഞു നോക്ക്.
ഇന്ന് രാത്രികാലം നിന്റെ വീടിനകത്ത് ഇറങ്ങി വന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ സകല വിഷയത്തിന് മേലും ഹല്ലേലൂയ ഒരു ദൈവ മഹത്വം വെളിപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ രക്ഷ നമ്മളെ ജീവിതത്തിനകത്ത് അതൊരു മാനസാന്തരമായി മാറും. ഹല്ലേലൂയ. പിന്നെ കുടിക്കുന്ന വ്യക്തിക്ക് എന്ത് വരൂല? കുടിക്കണമെന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവൂല. ഹല്ലേലൂയ. പിന്നെ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യണ വ്യക്തിക്ക് അത് ചെയ്യാൻ 100 വലിച്ചുകൊണ്ടിരുന്ന ഒരാളിന് അത് കുറഞ്ഞ് ഒരു ദിവസം കൊണ്ടെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് മദ്യപാനം മാറ്റിയ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷെ എല്ലാവർക്കും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം അത് ഗ്രാജുവലി ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിനകത്ത് മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ. അപ്പം എൻ്റെ പ്രിയ സഹോദര, പ്രിയ മാതാവേ, നാം ഓർക്കേണ്ടത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് ചീത്ത സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ പറയണ്ടേ, അടാ നീ ചെന്ന് ശരിയാവടാ. അപ്പം നമ്മളിത് ഓർക്കേണ്ടത്, ഒരു ദിവസം കൊണ്ട് ദൈവമാകാൻ ആർക്കും പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദിവസങ്ങളും നമ്മളെ അനുനിമിഷം നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നതോടൊപ്പം അടുത്തൊരാളിനും കൂടെ നമ്മളൊരു സൗരഭ്യവാസനയായി നാം തീരും. ഹല്ലേലൂയ. അപ്പം ഈ മാനസാന്തര സുവിശേഷം നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരത്തിന് തക്കമായ നമ്മൾ ഫലം കായ്ച്ചു തുടങ്ങും. ഫലം കായ്ച്ചു കഴിയുമ്പോൾ ദൈവത്തിന് എന്താണ്? നമ്മൾ ഉള്ള നാളും ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമി തന്നെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മളുടെ വയസ്സ് എത്രയെന്ന് നോക്കണം. നമ്മൾ ഇനി എത്ര നാളുകൂടെ, നമുക്ക് വല്ല ഗ്യാരൻറ്റി ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല. പണ്ട് എൻ്റെ മമ്മി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം തരുമ്പോൾ ഞാൻ പറയും, മമ്മി അത് എനിക്ക് പിന്നെ ആയാലും കഴിക്കാമല്ലോ, അത് അമ്മച്ചിക്ക് കൊടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം അന്ന് ഞാൻ ചിന്തിക്കുന്ന അമ്മച്ചി വയസ്സായിരിക്കുകയല്ലേ, അപ്പം അമ്മച്ചിക്കിന് കുറച്ചാളും കൂടെ അല്ലേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം എനിക്കിനി കുറേ വർഷം ഉണ്ടല്ലോ എന്ന് എൻ്റെ കൊച്ചുനാളിലെ ചിന്തയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഏത് നാഴികയിൽ കള്ളൻ വരുന്നത് പോലെ ആര് വരും? ഞാൻ ദൈമുക്കിൽ എൻ്റെ മെസ്സേജ് പറഞ്ഞപ്പോൾ, കള്ളൻ വരുന്നത് പോലെ ആര് വരും? എൻ്റെ കർത്താവ് വരും. അത് ചിലപ്പോൾ മരണമായിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ കള്ളൻ വരുന്നത് എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു ബോധം വേണം. നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ഈ കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും കൊള്ള പങ്കിടുവാനും നമ്മളെ ജീവനെ അപഹരിക്കുവാനും വരുന്ന ഈ കള്ളൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള നാളും 100, 120 വയസ്സ് വരെ ഇതിനകത്ത് നിൽക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. കർത്താവ് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ പോയേ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രിസ്തു യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമുക്ക് ഹല്ലേലൂയ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ പോകുന്നത് എവിടെയാ? ഹല്ലേലൂയ. ആ വിശ്വാസം ഇല്ലാത്ത വ്യക്തി എന്തു പറയും? അയ്യോ എനിക്ക് പോണ്ട അയ്യോ എന്ന് നമ്മൾ വാർദ്ധക്യമുള്ളവർ അല്ലെങ്കിൽ രോഗം പിടിച്ച് കിടക്കുന്നവർ ചില ബലഹീന അന്ത്യ നിമിഷങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊരു വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവ മക്കളായി തീർന്ന പിന്നെ നമുക്ക് അധൈര്യമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മൾക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തത് ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലേക്ക് വരെ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് അത് സ്വർഗം വരെയാണ്. ഈ മറ്റൊരു മതങ്ങളും സ്വർഗരാജ്യം പറയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം എൻ്റെ കർത്താവ് പറയുന്നു, അരങ്ങളെ അടിച്ചാത്തെ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. അതൊരു സന്തോഷമല്ലേ? മറ്റൊരു മതങ്ങളും പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, നമുക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. മറ്റൊരു ഹല്ലേലൂയ മതത്തിൻ്റെ ബുക്കുകളിൽ ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ യേശു ഈ സത്യവേദ പുസ്തകത്തിനകത്ത് പറയുന്നു, ഹല്ലേലൂയ ഞാൻ വേഗം വരും.
ഞാൻ വേഗം വരും. ആർക്കും ഒരു സന്തോഷമില്ല. കാരണം എന്താണെന്നോ? ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കഷ്ടതകളും ഭാരങ്ങളും സഹിക്കുന്നതും ഈ ഹല്ലേലൂയ നമ്മൾ ഈ മാനസാന്തരപ്പെടുന്നതും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നതും, ഹല്ലേലൂയ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? പറ, എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? നിത്യജീവന് വേണ്ടിയാണോ? നിത്യജീവൻ പ്രാപിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി അതുണ്ടാവണം. അതെവിടെ പോകാനാ? സ്വർഗത്തിൽ പോകാൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വന്ന് വാസം ചെയ്ത് നമ്മുടെ ജീവിതം ഇതിനകത്ത് തന്നെ ഇരിക്കാനാണെങ്കിൽ ഹല്ലേലൂയ ഇത് ചത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആര് വിചാരിക്കും? നമ്മുടെ കൂടെ ഇരിക്കുന്നവർ എങ്ങനെയെങ്കിലും ഇതിനെടുത്ത് ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിക്കും. അതാണോ നിങ്ങളുടെ ഇഷ്ടം? അതാ സമയമാകുമ്പം ദൈവം അങ്ങ് വിളിക്കുന്നതാണോ ഇഷ്ടം? ദൈവം വിളിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ പോകുന്ന ഇടം എവിടെയാണെന്നും അവിടെ എന്താണ് ഇരിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അവിടെ എന്തുണ്ട്? വൈഡൂര്യമുണ്ട്, മുത്തുകളുണ്ട്, വജ്രങ്ങളുണ്ട്, നീലരക്തമുണ്ട്. ആർക്കും അറിഞ്ഞൂടെ? ആർക്കും ഒരു ചിരിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോണത്. അതുകൊണ്ടാണ് ചില ആളുകളൊന്നും ഒരു കമ്മൽ പോലും ഇടാറില്ല. എന്തുകൊണ്ടാണ്? സാധനം മൊത്തം സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത്. അവർ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, ഹല്ലേലൂയ സ്തോത്ര, അവർക്ക് ഹല്ലേലൂയ സ്തോത്ര, അയ്യോ ഞങ്ങൾ കയ്യിലും കാലിലൊന്നും ഇടില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്, കയ്യിലും കാലിലൊന്നും ഇടില്ല. കാരണം അവിടെ എല്ലാം നമ്മൾ ഇതിൽ കൂടെ അല്ലേ നടക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അത്രയധികം വിശ്വാസം ഉള്ളവരുമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടതയില്ലാത്ത, പട്ടിണി ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഒരു പട്ടണം, ഹല്ലേലൂയ, ഒരു രാജ്യം നമുക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഓല കെട്ടാൻ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും അവിടെ നമുക്കൊരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട് എൻ്റെ ദൈവം. എൻ്റെ ദൈവം ഒരുക്കിയുണ്ട്. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾക്കോ വാക്കുകൾക്കോ മാറ്റം വരികയില്ല. പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് കഷ്ടതയാണ്. വിളിച്ചു പറഞ്ഞോ. ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതയായിരുന്നാലും വേദനയായിരുന്നാലും നിരാശയായിരുന്നാലും പട്ടിണിയായിരുന്നാലും എനിക്കൊരുക്കുന്ന ഒരു വാസസ്ഥലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ഈ സത്യ സുവിശേഷം ഞങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളും അറിയണം. നിങ്ങൾക്കൊരു വാസസ്ഥലമുണ്ട്. നിങ്ങളുടെ ഇന്ന് കാണുന്ന കണ്ണുനീരും ഇന്ന് കാണുന്ന വിലാപവും ഹല്ലേലൂയ നൃത്തമാക്കി തീർക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹല്ലേലൂയ ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് കാണുന്ന ഹല്ലേലൂയ പാപപ്രവർത്തികളെ കണ്ട് വിധിക്കുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുന്നു, കരുണ തോന്നണമെന്ന് തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. മനസ്സലിവ് തോന്നണമെന്ന് തോന്നുന്നവനോട് ഞാൻ മനസ്സലിവ് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വക്രനോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ വക്രഹൃദയത്തോടെ ഈ ദൈവവചനം ഇന്ന് രാത്രികാലം കേൾക്കുന്നെങ്കിൽ നിന്നോട് വക്രത കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം നിന്നെ കുനിഞ്ഞു ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സഹോദര, ഇന്ന് രാത്രികാലം ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ആരോ വക്രഹൃദയത്തോടെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, വക്രനോട് വക്രഹൃദയത്തോടെ ഇടപെടുന്ന ഒരപ്പൻ ഞങ്ങൾക്കുണ്ട്. കരകളെ അടിച്ചാട്ടെ, വിശ്വാസത്തോടെ വിളിച്ചു പറ, ഹല്ലേലൂയ. എനിക്ക് ചോദിക്കുവാൻ ഒരു ഇടയനുണ്ട്, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഒരു സർവശക്തനുണ്ട്, എനിക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന, മുഖപക്ഷം നോക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. താണവനെന്നോ ഉയർന്നവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നോക്കാതെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഈ സർവശക്തൻ ഇന്ന് രാത്രികാല കരങ്ങളെ അടിച്ചാട്ടെ. ഓ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചോ. എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി മറ്റ് ദേവന്മാരെക്കാളും, ഓ എന്റെ ദൈവം, ഹല്ലേലൂയ, ദൈവ ആത്മാവാകുന്നു. ഈ
ഈ ആത്മാവിനെ റിസീവ് ചെയ്ത ഒരു വ്യക്തി, അവൻ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ആരാധിക്കാൻ കഴിയാത്ത സഹോദര, ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവ ആത്മാവ് നമുക്ക് വേണ്ടി പരിവർത്തിച്ചിരിക്കുന്നു. സകല സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം എന്റെ മേലും താങ്കളുടെ മേലും ഈ പട്ടണത്തിൽ ഈ സത്യ സുവിശേഷം ഭവനത്തിനകത്ത് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, പ്രിയ മാതാവേ, നിന്റെ മേലും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരാധിച്ചോ? ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഇന്നൊരു മരണ വീട്ടിലല്ല നമ്മൾ ഇരിക്കുന്നത്. രാജാതി രാജാവിനെ, കർത്താതി കർത്താവിനെ, അവൻ മേഘാരൂഢനായി വരുന്ന ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. കരങ്ങളെ അടിച്ചോ. നിന്റെ കരങ്ങളിലെ കെട്ടുകൾ ഇന്ന് രാത്രികാലം അടിക്കും. നീ സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ കാലുകളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, രോഗകിടക്കകൾ യേശുവിന്റെ നാമത്തില്, എല്ലാ ആക്സിഡന്റിന്റെ സ്പിരിറ്റും ഈ പട്ടണം വിട്ട് in the name of Jesus, Jesus, Jesus. എല്ലാ ദുഃഖങ്ങളും നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ തകർന്ന് മാറപ്പെടും. എല്ലാ അന്യായമായി നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ജീവിതത്തിന് വിരോധമായി, നിന്റെ സമ്പത്തിന് വിരോധമായി, നിന്റെ ആരോഗ്യത്തിന് വിരോധമായി കെട്ടിയിരിക്കുന്ന കെട്ട് ആത്മാവിലൊന്ന് ആരാധിച്ചോ, കുടഞ്ഞോ. ചില അന്ധകാര ശക്തികള്, ദേശത്തിലെ മരണ പോരുകള്, ആയുസിന് വിരോധമായി, നാളെ നീ കാണത്തില്ലാന്ന് ശത്രു പറയുന്നെങ്കിൽ പറഞ്ഞോ, എന്റെ ദൈവത്താൽ ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ആത്മാവിന്റെ തീ, നീ മിണ്ടാതിരുന്നാൽ ഇതിനകത്തൊന്നും ഒന്നും കൊണ്ടുപോകത്തില്ല. ശക്തിയോടെ, നീ വിശ്വാസത്തോടെ വിളിച്ചു പറ. തീ, തീ ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തില് ദഹിപ്പിക്കുന്ന അഗ്നി. ശത്രുവിന്റെ കെട്ട്, പിശാച് കെട്ടിയ കെട്ട്, മന്ത്രവാദി കെട്ടിയ കെട്ട്, ആഭിചാരത്തിലൂടെ നിന്നെ തകർക്കുവാൻ പിശാച് കെട്ടിയ വീട്ട് ഇന്ന് പകൽക്കാല രാത്രികാല ആത്മാവ് ദൂതനിറങ്ങി ചിലതിനെ വെട്ടുന്ന രാത്രികാലമാ. അന്യാരാധന ശക്തികളുടെ കുടിയിരിപ്പുകൾ ദൂതനിറങ്ങുന്നു, ദൂതനിറങ്ങുന്നു. ചില കുടിയിരിപ്പുകൾ ഇന്ന് രാത്രികാലം ആത്മാവിൽ വെട്ടേറ്റ് വീഴട്ടെ. മരണഭീതികൾ മാറിപ്പോ. നീ ഭയപ്പെടേണ്ട. നിന്റെ ആയുസിനൊരു ദോഷവും തട്ടാതെ വണ്ണം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. പറ, ഞാൻ ജീവനോടെ ഇരിക്കും, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ ഭയന്നിരുന്നാൽ, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഭയപ്പെടുന്നത് കൊടും കാറ്റുപോലെ വരും. ഹല്ലേലൂയ. ശത്രു നിന്നെയും എന്നെയും ഒതുക്കുവാൻ പദ്ധതി ഇടുമ്പോൾ കർത്താവ് വചനം പഠിപ്പിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങൾ
നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഒരു വ്യക്തി നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ, ഒരു പട്ടണം നിനക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നീ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. കാരണം എന്താണോ? യഹൂദാ ഗോത്രത്തിലെ സിംഹമാ നമ്മുടെ അപ്പൻ. നമുക്ക് ചോദിക്കാനും പറയാനും ഒരപ്പനുണ്ട്. എനിക്കും തങ്ങൾക്കും ചോദിക്കാനും പറയാനും യഹൂദാ ഗോത്രത്തിലെ സിംഹം ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഗർജിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇടയനെ കാണുമ്പോൾ ഓ മുരളാതെ നിൽക്കുന്ന ഒരു ഗർജിക്കുന്ന സിംഹം പോലെ എൻ്റെ ദൈവം എഴുന്നേറ്റ് പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഈ പട്ടണത്തിനകത്ത് ഗർജിക്കുന്ന സിംഹമായി എൻ്റെ ദൈവം എഴുന്നേൽക്കാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എവിടെയൊക്കെ നിത്യജീവനെ കൊണ്ട് നിത്യജീവൻ എന്ന് പ്രസംഗിച്ചോ, പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പ്രസംഗിച്ചോ, അവിടെ എല്ലാം ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലൻ പീഡിപ്പിക്കപ്പെടുന്നു, അടിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, വലിച്ചിഴക്കപ്പെടുന്നു. പക്ഷെ പറഞ്ഞത് പുനരുത്ഥാനം മാത്രമാണ്. ഹല്ലേലൂയ. ഈ ശക്തിയെ പറയുമ്പോൾ എന്താ ഇത്ര പ്രതികൂലം? ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ ഇത്ര പ്രതിസന്ധി? ഹല്ലേലൂയ. എന്താ ശത്രുവിന് ഇത്രയും ഇഷ്ടക്കേട്? ഇതിന് പവറുണ്ട്. ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്വർഗരാജ്യത്തെ എത്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇല്ലാതെ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയില്ല. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പൊ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ഇനി ചെയ്യേണ്ടത് എന്താണ്? നീ ക്രിസ്തുയേശുവില് കർത്താവിനോട് നീ ദൈവത്തിന്റെ ആത്മാവിനെ ചോദിക്കണം. ഹല്ലേലൂയ. ഈ ആത്മാവ് വന്ന് നീ എവിടെ ഇരിക്കണം, എവിടെ നടക്കണം, നീ എന്ത് പറയണം, നീ എന്ത് ചോദിക്കണം, ആരോട് നീ സംസാരിക്കണം എന്ന് സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് ഈ പരിശുദ്ധാത്മാവ്. അത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊക്കെ തീർന്നു. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ദൈവം പറയുന്നു എനിക്കുള്ളവനല്ല. അപ്പൊ സത്യ സുവിശേഷം മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ല, ഈ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ആത്മാവിനെ പ്രാപിച്ചാലേ നമുക്ക് നിത്യത വരെ എത്താൻ പറ്റൂ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആത്മാവായതുകൊണ്ട് എൻ്റെ കർത്താവ് സ്വർഗവും ഭൂമിയും സകലവും സൃഷ്ടിച്ച മഹാദൈവമായതുകൊണ്ടും ഹല്ലേലൂയ കൈപ്പണിയായ വിഗ്രഹങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ കൈപ്പണിയായ വിഗ്രഹങ്ങളിൽ ഒരു മാനുഷിക സേവ ആവശ്യം ഈ ദൈവത്തിന് ഇല്ല. നമ്മൾ സേവിച്ച് നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മാനുഷികമായ സേവയോ മാനുഷികമായ സഹായമോ ആവശ്യമില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഉയരത്തിൽ നിന്നും കുനിഞ്ഞ് മനുഷ്യപുത്രന്മാരെ എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, എൻ്റെയും നിൻ്റെ സഭയ്ക്ക് വിരോധമായി ഒരുവൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ദൈവം കുലുങ്ങിച്ചിരിക്കും. അല്ല, അവൻ്റെ ദിവസം വരുന്നു, അവൻ്റെ നാളുകൾ വരുന്നു. ഹല്ലേലൂയ. അവന് സമയമായെന്ന് പറഞ്ഞ് കുലുങ്ങിച്ചിരിക്കുന്ന ഗർജിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് ഞാനും നിങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ കൈപ്പണിയായ വിഗ്രഹങ്ങളിൽ വസിക്കുന്നില്ല, എൻ്റെ ദൈവം വസിക്കുന്നില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഈ ദൈവത്തെ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ എന്ത് ചെയ്യണം? വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ എന്ത് ചെയ്യണം? ജനിക്കണം. ഇവിടെ നിക്കോദേമോസ് ചോദിക്കുന്നു, ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ ഉദരത്തിനകത്ത് കടന്നുപോയി ജനിക്കണമോ? അപ്പൊ കർത്താവ് പറയുന്നു, അങ്ങനെ അല്ല. ഇന്ന് രാത്രികാലം ആരോ ചോദിക്കുന്നു, ഞാൻ എങ്ങനെ വെള്ളത്താൽ ജനിക്കണം, എങ്ങനെ ആത്മാവിനാൽ ജനിക്കണമെന്ന് എൻ്റെ ചുറ്റും ശബ്ദം കേൾക്കുന്ന ആരോ ചോദിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ഹല്ലേലൂയ നീ മുഴുകൽ സ്നാനം പ്രാപിച്ച് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ഹല്ലേലൂയ ക്രിസ്തുയേശുവിൻ്റെ സാക്ഷിയായി തീരണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇത്രയും പ്രോസസ് ഉണ്ടെങ്കിൽ ആര് പോവൂ സ്വർഗരാജ്യത്ത്? ഒരു വ്യക്തി പോവൂ. ഹല്ലേലൂയ. ഒരു വ്യക്തി പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അപ്പം എനിക്കൊരു ചോദ്യം, ഞാൻ നേരത്തെ ആ ചോദ്യം വന്നു, ഞാൻ ചോദിച്ചിട്ടില്ല, വിട്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് സ്വർഗത്തിൽ പോകണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകണം. ഇനി ആർക്കൊക്കെ നേരത്തെ പോകണം, പെട്ടെന്ന് പോകണം? എൻ്റെ പൊന്നോ, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. പക്ഷേ ഒന്നാമത് ആർക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ കൈയുടെ അളവ് കുറഞ്ഞ കാര്യം എന്താ? ഇവിടെ മതിയോ? ഇവിടെ മതിയോ? ഇതൊരു തമാശ ചോദ്യം. ഒരാള് എനിക്ക് ഇട്ട് തന്നായിരുന്നു ഈ ചോദ്യം. അവിടെ നിന്നവരെല്ലാം, ഞാനും ചിന്തിച്ചു, അവിടെ നിന്നവർ ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ, ഒന്നാമത് ആർക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൈ ഉയർന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആവരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആവരുത്. നമുക്ക് നമ്മുടെ സ്വപ്നം എന്തായിരിക്കണം? സ്വർഗമായിരിക്കണം. അവിടുത്തെ മുത്തും മണികളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്നത് നമ്മുടെ വാഞ്ചയായിരിക്കണം. ഇവിടെ കയ്യും കെട്ടി ഇരിക്കുന്നവർ അവിടെ പോകാൻ പറ്റൂല. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നവർ അവിടെ പോവൂല. കാരണം അവിടെ ഒരേ ഒരു പണിയേ ഉള്ളൂ. ഹല്ലേലൂയ. എന്താണ്? ആരാധന. ആരാധന. ഇന്ന് കൈയടിക്കുമ്പോൾ, ഇന്ന് ഹല്ലേലൂയ ലജ്ജ വിചാരിക്കുന്നവർ അവിടെ ചെന്ന് എങ്ങനെ ആരാധിക്കും? എങ്ങനെ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. നമുക്കൊരിക്കലും അവിടെ ചെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, കാരണം 24 മണിക്കൂറും. ആ പാട്ടൊന്ന് പാടാം. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്. ആർക്കും അറിഞ്ഞൂടെ പാട്ട്? കാരണം നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് ദർശനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് സ്വർഗത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് പാടിയേ. ഹല്ലേലൂയ. ശക്തിയോടെ പാട്. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ വാഴുമ വീട്. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നമ്മളെ കേട്ട് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇന്ന് രാത്രികാലം ആഗ്രഹിച്ച ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭൂവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. നമുക്ക് സമയം പോരാതാണ് ഓടിച്ചു വിടുന്നത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് ഒരു വാസമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മളെ കഷ്ടതയേറെ സഹിച്ചതും വേദനിച്ചതും ചീത്ത വിളി കേട്ടതും എൻ്റെ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഒരടി നിന്റെ ചെവിട്ടത്തടിച്ചാൽ മറ്റതും കൂടെ കാണിക്കാൻ പറഞ്ഞ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതാണ് എൻ്റെ കർത്താവായി യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ താണ്ട. അതുകൊണ്ടാണ് തുല്യം ചൊല്ലാൻ ആരുമില്ലേ,
അങ്ങേ പോലെ യേശുവേ. എന്തുകൊണ്ട്? മറ്റ് ദൈവങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്ന് പഠിപ്പിക്കുന്നതല്ല എൻ്റെ ദൈവം. അനേകം സുവിശേഷകന്മാര് അവിടെയും ഇവിടെയും തകർക്കപ്പെട്ടപ്പോൾ അവർ മിണ്ടാതെ നിന്നത് അവർക്കൊരു ഹല്ലേലൂയ സ്തോത്രം, അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നെ ചേർക്കാൻ വരുന്ന ഒരു ദൈവം സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദന സഹിച്ച അനേക ഭക്തന്മാർ ഇന്നും സുവിശേഷ വേല ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ ആരാധിക്കാൻ കിട്ടിയ സമയങ്ങൾ വേണ്ട നിലവാരത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, വചനത്തിന് വേണ്ടി നിങ്ങൾ അലഞ്ഞു നടക്കും. അതുകൊണ്ട് രാത്രികാലം ഹല്ലേലൂയ എൻ്റെ ദൈവം ഏതെല്ലാം പട്ടണങ്ങളിൽ പോയോ അവിടെ ശ്രുതി പരന്നു, അവിടെയെല്ലാം സുവിശേഷത്തിന് അഗ്നി കത്തിപ്പടർന്നു, രോഗികൾ സൗഖ്യമായി. നോക്കണമേ, വിശ്വാസത്തോടെ നാല് പേർ ഒരുവനെ ചുമന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ ഒരു വീട് പൊളിച്ച് വീടിനകത്തേക്ക് ഇറക്കി ഹല്ലേലൂയ. ആ കിടന്നവന്റെ വിശ്വാസമല്ല എൻ്റെ ദൈവം നോക്കിയത്, അവനെ ചുമന്നുകൊണ്ടുവന്നവന്റെ വിശ്വാസം നോക്കി അവരെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നീ ആരെങ്കിലും ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ആ ചുമന്നു കൊണ്ടുവന്നവന്റെ വിശ്വാസം നോക്കി അവന്റെ പാപത്തെ മോചിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും അനേകം ഹല്ലേലൂയ കിടക്കപ്പെട്ടവരെ തകർക്കപ്പെട്ടവരെ പാപികളെ ഇതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ ഈ സത്യ സുവിശേഷം കേൾപ്പിക്കുവാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിൽ, ഒരു പോസ്റ്റർ നീ കൊണ്ടൊട്ടിച്ചെങ്കിൽ, ഒരു നോട്ടീസ് ഭവനത്തിൽ കൊണ്ട് വിളിച്ചെങ്കിൽ, ഒരു വാഹനത്തിൽ കയറ്റി നീരകത്ത് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ ദൈവം ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ട് കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും ചുമന്നു കൊണ്ടുവന്ന വിഷയത്തിന്റെ മേല് ഹല്ലേലൂയ ഞാനും നിങ്ങളും ചുമന്നു കൊണ്ടുവന്ന വിഷയത്തിന് മേല് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സത്യ ദൈവത്തെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ചുമന്നു കൊണ്ടുവന്ന വിഷയത്തിന് മേല് ദൈവം ഒരു മിറക്കൽ ചെയ്യാൻ പോകുന്നു. നീ ചുമന്നു കൊണ്ടുവന്ന ഏത് തരം വ്യാധിയായിരുന്നാലും യേശുവിന്റെ ശ്രുതി ദേശത്തും പട്ടണത്തിലും പരത്തുവാൻ നിന്നെ ഒരു സാക്ഷിയാക്കാൻ പോകുന്നു. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് പോയെടുത്തെല്ലാം ശ്രുതി പരന്നു. ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ സുവിശേഷം പട്ടണങ്ങളിലും രാജ്യങ്ങളിലും ദേശങ്ങളിലും പരന്നെങ്കിൽ ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ നമ്മളിലൂടെ ഓരോ പട്ടണങ്ങളിലും എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി പരക്കാൻ പോകുന്നു. പറഞ്ഞേ അത് എന്നിലൂടെ എന്ന് പറഞ്ഞേ. ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവാനായി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഈ അന്ത്യകാലത്ത് നമുക്ക് ഓടാൻ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഭൂതലത്തിലെങ്കിൽ വരുവാനിരിക്കുന്ന പരീക്ഷാ സമയത്ത് എൻ്റെ ദൈവം നിങ്ങളെ കാക്കണമെങ്കിൽ നിങ്ങൾ അലസരും മടിയന്മാരുമായിരിക്കരുത്. ഇന്ന് രാത്രികാലം ഞാൻ ഇനി ഒരു സത്യ സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ എത്തിയോ ഒന്നുമില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്ന് ചോദിക്കുവാനുണ്ട്. നീ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനായൊന്ന് ചങ്കൂറ്റത്തോടെ പറയുവാൻ ആരുണ്ടെന്ന് രാത്രികാലം? ആരുണ്ട്? ഹല്ലേലൂയ നമ്മൾ അധൈര്യപ്പെട്ട് പോകരുത്, പതറിപ്പോകരുത്. അപ്പോസ്തലന്മാര് പോയെടുത്തെല്ലാം ഹല്ലേലൂയ അവർ ചാട്ടവാർ അടിയേറ്റ് കാണും. അവർ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ഉപദ്രവം ചെയ്തപ്പോഴും ഈ സുവിശേഷം അടയാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഈ അന്ത്യനാളുകളിൽ തലമുറകളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പരകും. എന്റെ യേശു ആത്മാവ് നിറഞ്ഞവനായി യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും പല ഭാഗങ്ങളില് ആത്മാവ് നിറഞ്ഞവനായി പോയപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഭൂതഗ്രസ്തർ അവിടെ അലറിയോടി. അല്ലെങ്കിൽ പാപികൾക്ക് മാനസാന്തരമുണ്ടായി. വ്യഭിചാരം ചെയ്തിരുന്ന വ്യക്തികൾക്ക് മാനസാന്തരമുണ്ടായെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പാപ സ്വഭാവമുള്ള സഹോദര, പാപ സ്വഭാവമുള്ള സഹോദരിയെ ഇന്ന് രാത്രികാലം നീ മടങ്ങി വാ. എന്റെ യേശു മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രികാലം നിനക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടേൽ നിനക്ക് ഇന്ന് രാത്രികാലം മടങ്ങി വരാം. പിന്മാറ്റത്തിൽ കിടക്കുന്ന സഹോദര സഹോദരിയെ ഇന്ന് രാത്രികാലം മടങ്ങി വാ.
ഹല്ലേലൂയ, ഈ യേശുവിനെ വേണമെന്നവൾ, ഹല്ലേലൂയ, ഈ സത്യ സുവിശേഷം, ഹല്ലേലൂയ, എനിക്ക് വേണം, ഈ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണമെന്ന് ഭവനത്തിന്റെ ഉള്ളറകളിൽ ഇരുന്നുകൊണ്ട് പറയുന്ന സഹോദര, ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞോ? ശക്തിയോടെ ആരാധിച്ചോ? എന്റെ ദൈവം ആത്മാവ് നിറഞ്ഞവനായി ഇന്ന് ഇതിനകത്തുനിന്ന് നിങ്ങൾ ആത്മാവിന്റെ ശക്തിയോടെ നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ പട്ടണത്തിനകത്ത്, ദുർവ്യാധികൾ പിടിക്കുന്ന ഇടത്ത്, പാപികളുടെ ഇടയിൽ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ പകരും. കരങ്ങളെ അടിച്ചോ, കരങ്ങളെ അടിച്ചോ, കരങ്ങളെ അടിച്ചോ. ശക്തിയോടെ ഒരു പുതിയ അഭിഷേകം ഞാൻ നിനക്ക് പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഒരു പുതിയ എണ്ണ, റിസീവ്, റിസീവ്, റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു പുതിയ തീ, പുതിയ എണ്ണ, പുതിയ അഭിഷേകത്തിന്റെ അഗ്നി. യൗവനക്കാരെ, യൗവനക്കാരികളെ, ഈ സത്യ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റേ പറ്റൂ. പ്രിയ മാതാവേ, പിതാവേ, എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിനക്ക് സാമ്പത്തികമായി കൈത്താങ്ങാൻ കഴിയുമെങ്കിൽ നീ കൈത്താങ്ങ്. നീ കസാര ഇടാനേ പറ്റുമെങ്കിൽ കസാര ഇട്ടോ. എല്ലാത്തിനും ഒരു പ്രതിഫലമുണ്ട്. ഓ മുഖങ്ങൾ തകരിട്ട് നിന്റെ കുടുംബത്തെ മുന്നോട്ട് വിടുകയില്ലെന്ന് വ്യാപരിക്കുന്ന എല്ലാ മുഖങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പറ. ശത്രുവേ, നീ എന്നെ വിട്ട്, എന്റെ കുടുംബത്തെ വിട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തിൽ വിളിച്ചു പറ. നീ ചുമന്നുകൊണ്ടുവന്ന ഏത് വിഷയമായിരുന്നാലും, ഏത് വിഷയമായിരുന്നാലും ഇന്ന് രാത്രികാലം അത് തകരും. ഈ സത്യ സുവിശേഷം ഈ പട്ടണത്തിൽ ഒതുങ്ങില്ല. എന്റെ യേശുവിനെ കുറിച്ച്, ഈ യോഗത്തെ കുറിച്ചുള്ള ശ്രുതി ഇത് പട്ടണങ്ങളിലേക്ക്, ഇത് രാജ്യങ്ങളിലേക്ക് പടരും. സുവിശേഷത്തിന്റെ അഗ്നി ഒരേ അറ്റത്തുനിന്ന് മറ്റത്തെ അറ്റം വരെ പരിശുദ്ധാത്മാവ് ഈ അന്ത്യനാളിന്റെ സുവിശേഷം വ്യാപരിക്കുന്നു. നീ പറ, ഇല്ല കർത്താവേ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനാ, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനാന്ന് പറ. ആരാധിക്കാൻ, ഒന്നിച്ചാരാധിക്കാൻ ആഗ്രഹമുള്ളവർ, ഒന്നിച്ചൊരു അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവർ മുൻപോട്ട് വന്നാട്ടെ. പ്രത്യേകിച്ച് തലമുറകൾ മുന്നോട്ട് വന്നാട്ടെ. ഒരു പുതിയ അഭിഷേകം ഒന്നിച്ച് പ്രാപിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മുൻപോട്ട് വാ, മുൻപോട്ട് വാ, ഒന്നിച്ച് ആരാധിക്കാം. രാഗമനം, ഒരു പുതിയ ശക്തി അന്ത്യകാലത്ത് സുവിശേഷത്തിന് വേണ്ടി, അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി തലമുറകൾ എഴുന്നേറ്റാട്ടെ. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി എന്ന് പറ. തലമുറകൾ എഴുന്നേറ്റാട്ടെ. മക്കളെ, നിങ്ങള് പെൺകുട്ടികളാണെന്ന് നോക്കരുത്. ഹല്ലേലൂയ. വെറും സാധാരണക്കാരായ പെൺകുട്ടികളിലൂടെ അനേക കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ അന്ത്യനാളുകളിലെ സുവിശേഷത്തിന് വേണ്ടി വന്നുകയും in the name of Jesus ഒരു പുതിയ impartation in the name of Jesus, Jesus, Jesus. Arabakaba rakamanase charakamare ചൂടസന്ദരമ ഉടവരകനെ അത്യന്ത ശക്തി രാത്രികാലം. നീ പുറപ്പെട്ടു പോ, നീ പുറപ്പെട്ടു പോ. നീ കഴിവില്ല എന്ന് പറഞ്ഞാലും നിന്നെ കഴിവുള്ളവനാക്കി തീർക്കുവാൻ, നിന്നെ കഴിവുള്ളവനാക്കി തീർക്കുവാൻ എന്റെ അപ്പന് കഴിയും. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. അടുത്തൊരു ജനറേഷന് എന്റെ കർത്താവിന് വേണം. അടുത്തൊരു ജനറേഷന് എന്റെ കർത്താവിന് വേണം. നീ തയ്യാറാണോ? നീ തയ്യാറാണോ? നീ തയ്യാറാണോ? In the name of Jesus, Jesus. തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. അത്യന്ത ശക്തി, അത്യന്ത ശക്തി. എന്റെ ദൈവം വരാൻ സമയമായി, എന്റെ ദൈവം വരാൻ സമയമായി, വരാൻ സമയമായി. നിന്റെ അത്യന്ത ശക്തിയോടെ തലമുറയെ നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് നീ നോക്കരുത്.
നിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി, നിന്റെ പട്ടണങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം തീ ഇരട്ടി ശക്തിയോടെ പുറപ്പെട്ടു പോ. ശക്തിയോടെ എല്ലാവരും ആരാധിച്ചാട്ടെ. ഈ കുഞ്ഞുങ്ങൾ അഭിഷേകത്തോടെ പുറപ്പെട്ടു പോകട്ടെ. ഈ തലമുറകൾ രാജ്യത്തിൽ അവർ പുറപ്പെട്ടു പോകട്ടെ. ഈ തലമുറകൾ പുറപ്പെട്ടു പോകട്ടെ ഒരു പുതിയ ശക്തിയോടെ. രാജ്യമൊരു വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാഥം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരു വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാഥം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ നിറയും ഉദരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. പുതുമകൾ നിറയും ഉദരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ഉണരുക ഉണരുക ദൈവജനമേ, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ദൈവജനമേ, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും കണ്ണുനീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി. കാന്തൻ വന്നിടും കണ്ണുനീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി. വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാഥൻ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും. ഓ സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ
മുതലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെന്റെ സാക്ഷികളാകും. നിങ്ങളെന്റെ സാക്ഷികളാകും. നിങ്ങളെന്റെ സാക്ഷികളാകും. വിട്ടുകൊടുത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്തൊരു ജനറേഷനെ എന്റെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അടുത്തൊരു ജനറേഷന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരൊറ്റ മുതൽ മറ്റേയറ്റം വരെ പ്രതികൂല കാറ്റുകള് മുറവിളികള് ഇന്ന് രാത്രികാലം അഴിയട്ടെ. ഓ സ്വർഗം, സ്വർഗത്തിലേക്കാണ് നമ്മുടെ യാത്ര. കട്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത എന്റെ ദൈവം വരാൻ സമയമായി. എന്റെ കർത്താവ് വരാൻ സമയമായി. കാഹളം ധ്വനിക്കാൻ സമയമായി. കാഹളം ധ്വനിക്കാൻ സമയമായി. വ്യാപാരവൃത്തം സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റൂ. സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റൂ. സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. സിംഹം മുറ്റുകാട്ടിൽ പതിയിരിക്കുന്നത് പോലെ ചില തലമുറകളെ നോക്കി, ചില കുടുംബത്തെ നോക്കി പതിയിരിക്കുന്ന പതിയിരിപ്പുകൾ ഇന്ന് രാത്രികാലം തകരും, തകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്തോ, യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി നീതിയും ന്യായവും പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു നേതാവ് നമുക്കുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ രക്തം സകല പാപവും പോക്കി ഇന്ന് രാത്രികാലം നമ്മളെ ശുദ്ധീകരിക്കും. എന്നെ കേൾക്കുന്ന സഹോദര, നീ ഏത് തരം പാപത്തിലോ ഏത് തരം വെറുക്കൂത്തിലോ ഇരുന്നാലും ഇന്ന് രാത്രികാലം നിനക്ക് ഹല്ലേലൂയ മനസ്സുണ്ടോ? ഈ ദൈവത്തെ അറിയുവാൻ മനസ്സുണ്ടോ? ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സുണ്ടോ? നീ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടോ? മടങ്ങി വന്നോ. എൻ്റെ പിതാവ് അവൻ ഹല്ലേലൂയ നിന്നെ തേടി വരുന്നു. ഇന്ന് രാത്രികാലം നിന്റെ കുറവുകള് എൻ്റെ ദൈവം നോക്കത്തില്ല. നിന്റെ വീഴ്ചകള് നീ വീണു പോയായിരിക്കാം. നമ്മളൊരു കുഞ്ഞ് വീഴുമ്പോൾ ഒരമ്മ ആശ്വസിപ്പിക്കാറുണ്ട്, നമ്മൾ അവരെ പിടിച്ച് തള്ളാറില്ല. അതുപോലെ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും എൻ്റെ ദൈവം ഇന്ന് രാത്രികാലം ഹിമം പോലെ വെളുപ്പിക്കാൻ തയ്യാറാ. നീ വ്യഭിചാര പാപത്തിലായിരിക്കാം, നീ മദ്യപാന ആസക്തിയിലായിരിക്കാം, നീ ചിലപ്പോൾ ഒരു പിന്മാറ്റത്തിലായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് നീ ശുശ്രൂഷയിൽ കയറാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ട് കിടക്കാം. ഇന്ന് രാത്രികാലം ഏറ്റുപറയാൻ മനസ്സുണ്ടോ? എൻ്റെ കർത്താവ് എൻ്റെയും നിങ്ങളുടെ ഈ സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ ഹല്ലേലൂയ അനീതിയുള്ള ന്യായാധിപനല്ല, മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹൃദയത്തെ പകർന്നുകൊണ്ട് എൻ്റെ ദൈവം പിതാവ് അവൻ അവൻ്റെ വാസസ്ഥലത്തിരുന്നു കൊണ്ട് കുനിഞ്ഞ് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മെൻറ്റാലിറ്റിയാണ് നോക്കുന്നത്. എൻ്റെ നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് ഇന്ന് രാത്രികാലം ദൈവം നോക്കുന്നത്. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ സഹോദരി? നിനക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. പ്രിയ മാതാവേ, പിതാവേ, ദൈവ ശബ്ദം കേൾക്കുന്ന ഈ പട്ടണത്തിലിരിക്കുന്ന സഹോദര സഹോദരിയ, ഹല്ലേലൂയ. 2020 ആണ്ട് വരെ ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 15 വർഷമായി സുവിശേഷ വേലയിലായിരിക്കുന്നു. ഈ സത്യസുവിശേഷം നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ രുചിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയല്ല. ഞാൻ രുചിച്ചറിഞ്ഞത് നിങ്ങളോട് പറയുന്നു. ഇനി ആർക്ക് വേണം ഈ കർത്താവിനെ? ഇനി ആർക്ക് വേണം? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഞാൻ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ തുള്ളിയത്, ഞാൻ ചാടിയത്, ഞാൻ നൃത്തം ചെയ്തത്, ഞാൻ ദൈവത്തെ ആർപ്പിട്ടത്. ഹല്ലേലൂയ. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്ക് വേണം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ.